നമസ്കാരം, അക്ഷയ് കേരളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ച് നിരവധി വാർത്തകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കി, ഇനി ആർക്കും പെൻഷൻ ലഭിക്കില്ല, സർക്കാർ പദ്ധതി അവസാനിപ്പിച്ചു എന്നിങ്ങനെയുള്ള നിരവധി സന്ദേശങ്ങളാണ് പലരും വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്നത്. ഈ വാർത്തകൾ കണ്ടതിന് ശേഷം നിരവധി സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വലിയ ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത്. മാസാവസാനം ലഭിക്കുന്ന ഈ പെൻഷൻ പല കുടുംബാംഗങ്ങൾക്കും വലിയ പ്രധാന വരുമാനമാണ്. അതുകൊണ്ട് തന്നെ പദ്ധതി നിർത്തിയോ എന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്, ഈ വീഡിയോയിൽ യാതൊരു അഭ്യൂഹങ്ങളും പറയുന്നില്ല, പകരം നിലവിൽ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ നിലവിലെ സ്ഥിതിയെക്കുറിച്ചാണ് വിശദമായി പറയുന്നത്. അതിനാൽ ഈ വീഡിയോ മുഴുവനായും കാണുക, കാരണം പലരും തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ആദ്യം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഒന്നാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇത് വെറും ധനസഹായം മാത്രമല്ല, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്കൊരു സുരക്ഷയും ആത്മവിശ്വാസവും നൽകുന്ന സാമൂഹിക ക്ഷേമ പദ്ധതിയുമാണ്. വർഷങ്ങളായി ഈ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കി വരികയാണ്. നിരവധി കുടുംബാംഗങ്ങൾ ഈ സഹായം വലിയ ആശ്വാസം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഒരു വാർത്ത പൂർണ്ണ വിവരമില്ലാതെ പ്രചരിക്കുന്നുണ്ട്. ചിലർക്ക് പെൻഷൻ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ പദ്ധതി അവസാനിപ്പിച്ചു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തിക്ക് താൽക്കാലികമായി പെൻഷൻ ലഭിക്കാത്തതുകൊണ്ട് പദ്ധതി അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും ഭരണപരമായ പരിശോധനകൾ, രേഖകളിലെ അപ്ഡേറ്റുകൾ, അർഹതാ പരിശോധനകൾ, സാങ്കേതിക കാരണങ്ങൾ തുടങ്ങിയവ മൂലം വിതരണം വൈകാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ പൊതുവെ എല്ലാ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതികളിലും ഇത് ഉണ്ടാകാറുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയോ എന്നുള്ളത്. നിലവിലെ വിവരങ്ങൾ പ്രകാരം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പൂർണ്ണമായും അവസാനിപ്പിച്ചതായി ഔദ്യോഗിക പ്രഖ്യാപനമില്ല. അതായത് പദ്ധതി അവസാനിപ്പിച്ചു എന്ന് ഉറപ്പിച്ചു പറയുന്ന വാർത്തകൾ വിശ്വസിക്കേണ്ടതില്ല. അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് പദ്ധതി തുടർന്നും ലഭിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം സർക്കാർ അർഹത പരിശോധിക്കുന്ന നടപടികൾ ശക്തമാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് ചിലരുടെ അപേക്ഷകൾ പരിശോധിക്കപ്പെടുകയോ ചിലരുടെ പെൻഷൻ താൽക്കാലികമായി തടയപ്പെടുകയോ ചെയ്യാം. ഇത് പദ്ധതി അവസാനിപ്പിച്ചതിന്റെ തെളിവല്ല. സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ ക്ഷേമ പദ്ധതികളും യഥാർത്ഥ അർഹതയ്ക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കാവൂ എന്നത് പ്രധാന ലക്ഷ്യമാണ്. അതായത് യഥാർത്ഥ ആനുകൂല്യം, അതായത് നമ്മളുടെ ഈ സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ ക്ഷേമ പദ്ധതികളും യഥാർത്ഥ അർഹർക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കാവൂ എന്നതാണ് പ്രധാന ലക്ഷ്യം. അതിനാൽ ഇടയ്ക്കിടെ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ പരിശോധിക്കാറുണ്ട്. ഉദാഹരണത്തിന് വരുമാനത്തിൽ മാറ്റമുണ്ടോ, റേഷൻ കാർഡിൽ വിവരങ്ങൾ മാറ്റമുണ്ടോ, മറ്റേതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ ഇപ്പോഴും പാലിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിനാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. അതിനാൽ പരിശോധന നടക്കുന്നു എന്നത് പദ്ധതി നിർത്തലാക്കി എന്നതിന് തുല്യമല്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു അവകാശം പോലെ തോന്നുമെങ്കിലും അത് സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് ലഭിക്കുന്ന ക്ഷേമ പദ്ധതിയാണ്. അതിനാൽ അർഹതയിൽ മാറ്റമുണ്ടെങ്കിൽ സർക്കാർ അതനുസരിച്ച് തീരുമാനമെടുക്കും. ഉദാഹരണത്തിന് ഒരാളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റം വന്നാൽ, അല്ലെങ്കിൽ പദ്ധതിയുടെ നിബന്ധനകൾ ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. ഇതെല്ലാം സാധാരണ ഭരണപരമായ നടപടികളാണ്. അതുപോലെ ഇന്ന് പലരും ഒരു വീഡിയോ കണ്ടാൽ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് സന്ദേശം ലഭിച്ചാൽ അത് ഉടൻ വിശ്വസിക്കുന്നു. എന്നാൽ സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള വാർത്തകൾ എല്ലായ്പ്പോഴും ഔദ്യോഗിക അറിയിപ്പുകളുമായി താരതമ്യം ചെയ്ത് പരിശോധിക്കുന്നതാണ് നല്ലത്. നാളെ മുതൽ പദ്ധതി അവസാനിപ്പിച്ചു, എല്ലാവരുടെയും പെൻഷൻ റദ്ദാക്കി എന്ന തരത്തിലുള്ള തലക്കെട്ടുകൾ പലപ്പോഴും ആളുകളുടെ ശ്രദ്ധ നേടാനായി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് ഇത്തരം വാർത്തകൾ കണ്ടാൽ ഭയപ്പെടാതെ ഔദ്യോഗിക വിവരങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കുക. അതുപോലെ തന്നെ ഇത് കേരളത്തിൽ നടപ്പിലാക്കുന്ന എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളിലും ഒരു പ്രധാന നടപടിയാണ് അർഹത പരിശോധന. ഒരു വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങളിലോ കുടുംബ വിവരങ്ങളിലോ മാറ്റമുണ്ടായാൽ അത് പരിശോധിക്കപ്പെടാം. ഉദാഹരണത്തിന് ഒരു കുടുംബത്തിന്റെ വരുമാനം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടോ, പുതിയ സ്വത്തുക്കൾ സ്വന്തമാക്കിയിട്ടുണ്ടോ, സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ മാറ്റമുണ്ടോ, ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട്. ഈ പരിശോധന പൂർത്തിയാക്കുന്നതുവരെ ചിലപ്പോൾ പെൻഷൻ വിതരണം വൈകാൻ സാധ്യതയുണ്ട്. നിരവധി ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ റേഷൻ കാർഡിലെ വിവരങ്ങൾ വളരെ പ്രധാനമാണ്. കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ മാറ്റം വന്നാൽ, പുതിയ കാർഡിലേക്ക് മാറിയാൽ, കുടുംബത്തിന്റെ സാമ്പത്തിക വിഭാഗം മാറിയാൽ, അല്ലെങ്കിൽ രേഖകളിൽ പൊരുത്തക്കേടുണ്ടായാൽ ഇതെല്ലാം പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഇത് കാരണം ചില അപേക്ഷകൾ വീണ്ടും പരിശോധിക്കപ്പെടാം. അതുകൊണ്ട് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ
എപ്പോഴും കൃത്യമായി സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അർഹരായ സ്ത്രീകൾക്കായിട്ടുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് സ്ഥിരമായി ഉയർന്ന വരുമാനം ലഭിക്കുന്ന സാഹചര്യം പിന്നീട് ഉണ്ടായാൽ അർഹത വീണ്ടും പരിശോധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. എല്ലാ വരുമാനവും ഒരേ രീതിയിൽ വിലയിരുത്തണമെന്നില്ല. ഓരോ കേസും ബന്ധപ്പെട്ട അധികാരികൾ ലഭ്യമായ രേഖകളിലൂടെയും നിലവിലുള്ള മാനദണ്ഡങ്ങളിലൂടെയും അടിസ്ഥാനത്തിലാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് ആരുടെയെങ്കിലും പെൻഷൻ പരിശോധിക്കപ്പെടുന്നു എന്ന വാർത്ത കേട്ടാൽ അതേ കാര്യം എല്ലാവർക്കും ബാധകമാകുമെന്ന് കരുതേണ്ടതില്ല. കേരളത്തിൽ വിവിധ വിഭാഗങ്ങൾക്കായി വ്യത്യസ്ത സാമൂഹ്യ ക്ഷേമ പെൻഷൻ പദ്ധതികൾ നിലവിലുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഒരേ വ്യക്തി ഒന്നിലധികം പദ്ധതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടാറുണ്ട്. രേഖകളിലെ ആശയക്കുഴപ്പം ഉണ്ടായാലോ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരുന്നാലോ പരിശോധന ആവശ്യമായി വരാം. അതിനാൽ സർക്കാർ രേഖകളിൽ നിങ്ങളുടെ വിവരങ്ങൾ ശരിയായി, അതായത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുന്നത് വളരെ പ്രധാനമാണ്. പെൻഷൻ വിതരണം സാധാരണയായി ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് നടക്കുന്നത്. എന്നാൽ ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനരഹിതമാവുക, അക്കൗണ്ട് വിവരങ്ങൾ പിശകുണ്ടാകുക, ബാങ്ക് അക്കൗണ്ടും ആധാറും തമ്മിലുള്ള വിവരങ്ങൾ പൊരുത്തപ്പെടാതിരിക്കുക, അക്കൗണ്ട് അടയ്ക്കപ്പെടുക, ഇത്തരം സാങ്കേതിക കാരണങ്ങൾ തുകയും ലഭിക്കാതെ പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ ബാങ്കിൽ ഇടയ്ക്കിടെ വിവരങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. ഇന്ന് മിക്ക സർക്കാർ സേവനങ്ങളുടെയും ആധാർ വിവരങ്ങൾ പ്രധാനമാണ്. പേരിലെ ചെറിയ വ്യത്യാസം, ജനന തീയതിയിലെ തെറ്റ്, വിലാസത്തിലെ പൊരുത്തക്കേട് അല്ലെങ്കിൽ മറ്റ് രേഖകളുമായിട്ടുള്ള വിവരങ്ങൾ പൊരുത്തപ്പെടാതിരിക്കുക, ഇതെല്ലാം ചിലപ്പോൾ പരിശോധനയ്ക്ക് കാരണമായേക്കാം. അതുകൊണ്ട് രേഖകളിലെ എല്ലാ വിവരങ്ങളും ഒരേപോലെയാണോ എന്ന് ഉറപ്പാക്കുന്നത് നല്ലതാണ്. ചില സമയങ്ങളിൽ സർക്കാർ ഗുണഭോക്താക്കളോട് മസ്റ്ററിംഗ് പോലുള്ള നടപടികൾ പങ്കെടുക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. ഇതിന്റെ ലക്ഷ്യം യഥാർത്ഥ ഗുണഭോക്താക്കളെ വിവരങ്ങൾ പുതുക്കുകയും തെറ്റായ രേഖകൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ്. സർക്കാർ അറിയിക്കുന്ന സമയപരിധിക്കുള്ളിൽ ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കുന്നത് ഗുണഭോക്താക്കളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ കുടിശ്ശികയെക്കുറിച്ചുള്ള സംശയം. പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, ഈ മാസം പെൻഷൻ വന്നില്ല, ഇനി കിട്ടുമോ? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ചിലപ്പോൾ സാങ്കേതികമോ ഭരണപരമോ ആയ കാര്യങ്ങളാൽ വിതരണം വൈകാം. അത് മാത്രം അടിസ്ഥാനമാക്കി പദ്ധതി അവസാനിപ്പിച്ചോ എന്ന് പറയാനാവില്ല. അർഹതയും രേഖകളും ശരിയായിരിക്കണമെന്ന് പിന്നീട് വിതരണം നടക്കാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. എന്നാൽ ഓരോ കേസിന്റെ അന്തിമ തീരുമാനം ബന്ധപ്പെട്ട അധികാരികളുടെ പരിശോധന ആശ്രയിച്ചിരിക്കും. ഈ കുടിശ്ശിക എല്ലാം ഒരുമിച്ചോ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായോ തരാനായിരിക്കും സാധ്യത. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും 4000 രൂപ കുടിശ്ശിക, എല്ലാവർക്കും 4000 രൂപ തലക്കെട്ടുകൾ കാണാം. ഇത്തരം വാർത്തകൾ കാണുമ്പോൾ ആദ്യം പരിശോധിക്കുക അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സർക്കാർ അറിയിപ്പുകൾ ഉണ്ടോ എന്നുള്ളതാണ്. എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരേ തുക ഒരേ സമയത്ത് ലഭിക്കുമെന്ന് മുൻകൂട്ടി കരുതാൻ കഴിയില്ല. കുടിശ്ശിക സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ പ്രഖ്യാപനങ്ങളും ബന്ധപ്പെട്ട വകുപ്പിന്റെ നടപടികളും അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ മാത്രം ആശ്രയിച്ച് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കരുത്. 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത, തൊഴിലവസരങ്ങൾ, സംരംഭകത്വം, നൈപുണ്യ വികസനം എന്നിവയ്ക്ക് കൂടുതൽ പിന്തുണ നൽകിയതാണ് സർക്കാരിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഇത് സ്ത്രീകൾക്ക് ദീർഘകാല സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗങ്ങൾ കൂടിയാണ്. അതുപോലെ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രധാന മാതൃകകളിൽ ഒന്നാണ് കുടുംബശ്രീ. സ്വയം തൊഴിൽ, ചെറുകിട സംരംഭങ്ങൾ, ഉൽപാദന യൂണിറ്റുകൾ, സേവന മേഖലകൾ എന്നിവയിലൂടെ നിരവധി സ്ത്രീകൾക്ക് വരുമാനം കണ്ടെത്താൻ കുടുംബശ്രീ സഹായകമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.